ഇനിയുള്ള കാലങ്ങളിൽ നമുക്കിനി പുഴയിലൊക്കെ ഒന്ന് ചാടാൻ പറ്റുമെന്ന് പോലും ഗൈസ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനാണല്ലോ ഡയാന അല്ലേ, നിങ്ങൾ ഡയാന അല്ലല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻട്രോ പറയണേ. സ്റ്റാർട്ട് പറയേ, ഇൻട്രോ പറയണോ? അയ്യ ഇങ്ങനെയാണോ പറയാറ്? Hello, once again welcome കോൾ അമ്മേ. Hi, it's me, Giovanna. അത്രേ ഉള്ളൂ ഇൻട്രോ എന്ന് പറഞ്ഞാൽ എന്താ ഇൻട്രോ ഗായ്സ്. അപ്പൊ നമ്മളിന്ന് രാവിലെ തന്നെ അലക്കി. ഞാൻ എന്നെ കണ്ടില്ല ചേച്ചി, ഇന്ന് കണ്ടില്ല. അത്രയും കണ്ടാ മതി. ഒന്ന് പോടാ പോടാ, നീ ഇറങ്ങി പോടാ കാലോ. ഞാൻ പോവേ എന്നാ പോ ഗായ്സ്. അപ്പൊ നമ്മളിന്ന് പുഴയില് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതേ മമ്മ തലയിൽ തുണി അതെ ചെരുവൊക്കെ എടുത്ത് മമ്മ റെഡി ആയിട്ടുണ്ട്. അയ്യോ, അപ്പൊ നമ്മുടെ ബക്കറ്റും സാധനങ്ങളൊക്കെയാണ് ഗായ്സ് ഇരിക്കുന്നതല്ലേ. ഇവിടെ താളി ഉണ്ടിട്ട് താളി ഇന്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഓൺ ദ വേ പോവാൻ പോകണം അല്ലേ ബാബാറ്റി? അപ്പൊ നമുക്ക് ഈ കുത്തി മണിയനെ ലൈക്ക കുഞ്ഞിനെ വിളിച്ചിട്ട് അവര് നമ്മൾ പുഴ എന്ന് പറയുന്നത് നോക്കിയിരിക്കാണ് ഗായ്സ് കേൾക്കാൻ വേണ്ടിട്ട് അല്ലേ ബാബാറ്റി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവന്മാരെ പോയി വിളിച്ചിട്ട് വരാം കേട്ടോ. അമ്മയാണെ പുഴ പോന്നും പറഞ്ഞിട്ട് ആകെ മോശം ശല്യപ്പെടുത്തൽ തന്നെയാണ് കേട്ടോ. കുട്ടിമണി പുഴ പോടാ, അയ്യോ കൊച്ചു പിണങ്ങിയോടാ, ഈ ഒരു കുത്തി മണിയേ. നേരത്തെ ഞാൻ അഴിക്കാൻ പോയപ്പോ ഉണ്ട് അവൻ ഭയങ്കരമായിട്ട് എന്നെ അഴിക്കുക, ഞാൻ വരുന്നു ഭയങ്കരമായിട്ട് ചാടി മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, ഞാൻ ഓർത്തു എന്തായാലും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞി പണക്കത്തിലാണെന്നാണ് തോന്നുന്നേ. എടാ പുഴയിൽ പോവാണ്. ആ ശരി ശരി ശരി. ഇതുകൊണ്ടോ ലൈക്കപ്പുണ്ട്. ലൈക്ക കുട്ടിമണി എന്ത് കാണിക്കുന്നോ അതിന്റെ എഫക്റ്റ് ആണ് ലൈക്ക. അയ്യോ ഏറല്ലേ ദേവങ്ങ എന്നോട് പരാതി പറയുന്നുണ്ട്. പൂച്ചതകം കൊണ്ട് അങ്ങോട്ട് മാന്നേ. കുട്ടിമണി ഇറങ്ങിക്കണേ. ഏറ്റവും വലിയ സന്തോഷം അവിടെ എവിടെ മണത്ത് മുള്ളി നിക്കാം. അത്രയും വലിയ സന്തോഷം ഈ കൊച്ചിന് വേറെ കിട്ടാനില്ല. അയ്യോ പൊക്കോ പൊക്കോ, നീ എന്റെ ദൈവമേ എന്റെ നഖം ഒന്ന് വെട്ടിക്കളയണല്ലോ. നീ എന്തൊരു നഖം ഇത് പറക്കുന്നേ. അവിടെ കൈയാണ് അമ്മ ചട്ടൊക്കെ കൈ കൊണ്ടാണ് അവളെ നോക്കൂട്ടോ. അവരഴിച്ചോട്ട് അറിയില്ലായിട്ട് ഒരു വലിയ ഭൂകമ്പം വരുന്ന പോലല്ലേ. അത് ഈ മഴയത് സോക്സ് ഇട്ടോണ്ട് വരുവോ? സോക്സ് അലക്കാനുള്ളതിന് കുഞ്ഞാച്ചിനെ കഴിഞ്ഞ വർഷത്തെ സോക്സ് നിന്നോടാണ് അതെടുത്ത് മണക്കാൻ ഞാൻ പറഞ്ഞു. നോക്കുമ്പോ നല്ല രസം, 2 സോക്സ് കെട്ടിയിരിക്കും. സോക്സ് ഒന്നും അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് മണക്കും. ശരിയാണല്ലോ, അത് പിഴിഞ്ഞാൽ നമുക്ക് ഏത് ലോക്കും പൊട്ടിക്കാം. അയ്യോ മറ്റേ എന്തായിരുന്നു സ്മഗ്ലേഴ്സ് ആവും പങ്ക ഗായ്സ്. അപ്പം എൻ്റെ സോക്സ് ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പം ഇവിടെ എവിടെ എങ്ങാണ്ടാണ് ഗായ്സ് ഉള്ളത്. തപ്പാന് 1 ഒരു ജോഡി 2 ജോഡി 3-4 ജോഡി സോക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പങ്കം പറഞ്ഞ പോലെ തന്നെ. എടാ പങ്ക നിന്റെ സോക്സ് ഉണ്ടല്ലോ ഇവിടെ. അലക്കണ്ട. അയ്യോ എന്റെ ഗായ്സ് ഇതുണ്ടല്ലേ ഇവിടെ എവിടേക്കോ ആണ് കേട്ടോ ഗായ്സേ. അയ്യോ എനിക്കറിയത്തില്ല, ഇപ്പൊ തപ്പി സമയത്ത് അവരെന്നെ ഇട്ടിട്ട് പോയി തോന്നുന്നു. 1 2 ഇത് കുറെ സോക്സ് ഉണ്ട്. എൻ്റെ 4 ജോഡി സോക്സ് ഉണ്ടായിരുന്നു. 1 2 3 കിട്ടി ഗായ്സേ. 4ാമത്തെ ജോഡി കാണുന്നില്ല. ഓ ആ കിട്ടി. അയ്യോ 4 അല്ല, ഇത് 5 6 ഒക്കെ ഇട്ട്. ഇത് കുറെ സോക്സ് ഉണ്ടല്ലോ ഗൈസ്. നോക്കട്ടെ, നമ്മൾ രാത്രിക്ക് സോക്സ് ഇട്ട് കിടന്നുറങ്ങുള്ളൂ ഗൈസ്. അല്ലെ തന്നെ വീട്ടിലായാലും സോക്സ് ഇടുന്ന കേട്ടോ. കാരണം സോക്സ് ഇട്ടിട്ട് ഭയങ്കര ശീലമായി പോയിട്ടോ. അതുകൊണ്ട് തന്നെ സോക്സ് ഇടാതെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉറങ്ങാമെന്ന് മാത്രമല്ല നടക്കാനും പറ്റാത്ത അവസ്ഥ കേട്ടോ.
അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നതുണ്ടോ. ഇതുണ്ടോ എത്ര സോക്സ് ഉണ്ട്, ഇത്ര സോക്സാ. കുറേ സോക്സുകൾ നമുക്കിപ്പോൾ ഒരു പിടി സോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അമൃത വേണ്ട. അപ്പതേ നമ്മൾ അയ്യോ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ആകെ തേച്ചാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് അവർ പോയി കഴിഞ്ഞിട്ടുണ്ട്. വരുവാ ആ എടുത്തു എൻ്റെ കയ്യിലാന്ന്. ഹലോ പ്ലേസ് എടാ സോക്സ് ഒരു കുന്നുണ്ടോ കയ്യില്. ദൈവമേ അവിടെ മമ്മ ഇന്ത്യൻ മമ്മ കടന്ന് കാറാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ എടാ ഈ സോക്സ് ഒക്കെ ചാടി പോകും ഗായ്സ്. ഇത് വെക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ താത്തി വെക്കാം കേട്ടോ. അമ്മച്ചിയൊക്കെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കൂടെ. അങ്ങനെ ഇതാ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെരുവത്തിലെടുക്കാമെന്ന് ഓർത്തു, പക്ഷേ ചെരുവത്തിലെടുത്തില്ല കേട്ടോ, ബക്കറ്റിൽ തന്നെ എടുത്തു. നമ്മളിതാ നടന്ന് പോവാണ് കേട്ടോ. അമ്പാ ഇന്നലെ മഴ പെയ്തില്ലല്ലോ, ജസ്റ്റ് വലുതായിട്ട് അങ്ങോട്ട് പെയ്യാൻ വന്നു, പക്ഷെ പെയ്തില്ല കേട്ടോ. ഞങ്ങളോർത്ത് പെയ്ത് അങ്ങോട്ട് മറിക്കുമെന്ന് ഓർത്തു. മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ പുഴേൻ്റെ കാര്യം പറയണ്ടല്ലോ, ഫുള്ള് കലങ്ങി സീന. അമ്മച്ചി പോട്ടെ മമ്പഴ മമ്പഴ അമൃതോ മമ്പഴ അയ്യോ നിന്റെ പച്ചയാണോ പറഞ്ഞത് അങ്ങോട്ട്. അയ്യോ എന്റെ ദൈവമേ ഗായ്സ് നിങ്ങൾ കണ്ടോ? അയ്യോ എന്ത് ഇവിടെ എത്തിയിട്ട് പറഞ്ഞു നന്നായി. അപ്പോ ഹായ് കണ്ടോ ഗായ്സ്, നല്ല മഞ്ഞ ചുമന്ന സൂപ്പർ മാമ്പഴാണ് ഗായ്സ് നമ്മൾ ഈ കാണുന്നത്. എന്റെ മമ്മ ഇന്ന് രാവിലെ വേണയാണോ? ഏ കൊറേ മാമ്പഴം ഉണ്ട് കേട്ടോ ഗായ്സ്. മമ്മ ഇപ്പഴേ മാമ്പഴമൊക്കെ ഇങ്ങനെ പഴുക്കുവോ? ഒരു കാര്യം ഞാൻ വീടോടെ ഞങ്ങൾ എടുത്തിട്ട് വരാം ഞാൻ. എന്റെ മമ്മ ഇത് ഞാൻ തന്നെ എടുക്കാൻ പോണോ? വായടക്കിയോ ഗായ്സ്, ഇത് ഞാൻ തിന്നട്ടെ. ആ എന്റെ മമ്മേ നമുക്ക് ഒരുമിച്ച് തിന്നാ മമ്മേ. അയ്യോ അമ്മ ഒരുമിച്ച് പഠിക്കണം, ഒരുമിച്ച് പഠിക്കാലോ. എന്താ മമ്മേ ചുണ്ട് നീണ്ടു വരുന്നുണ്ട്. പുഴുണ്ടോ? നല്ല മധുരമുണ്ട്. ഇതുണ്ടോ? തിന്നും ഞാൻ പുഴുവിനെ നല്ലതാണ്. തിന്നല്ലേ അത് നോക്കിട്ട് വേണം മാമ്പഴം തിന്നാൻ. ഇതാണ് മോനെ ഒന്നൊന്നര ഫ്രഷിന്റെ മോസ്റ്റ്. അമ്മ നിക്ക് പോലെ ഞാൻ പോയിട്ട് പാത്രം എടുത്തിട്ട് വരാം. അല്ല മകയാ ഗോമാവാണ് അല്ലെ? ഗോമാവല്ലേ? എന്ത് എടുക്കാൻ പോകേണ്ടതാ? തലയിൽ തേക്കാനുള്ള സാധനം മാത്രമേ അതെവിടെയാ ചോദിച്ചു. അവിടെ എവിടെയാ? രണ്ടാമത്തെ പോക്ക് എപ്പോഴും ഉള്ളതാണല്ലോ. നോക്കണ്ട. ഇപ്പോൾ ഒരു സാധനം അവിടെ അറച്ചു വെച്ചിട്ടുണ്ട്. പറയാം കേട്ടോ എന്താ സംഭവം ഞാൻ പറയാം. താഴെടുത്തിട്ട് പറയാം. അപ്പം അയ്യോ അപ്പം അത് മോസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകണം. അമ്മച്ചി അമ്മ ആ സാധനം അരച്ചു വെച്ച് എവിടെ നിന്ന് കണ്ടായിരുന്നോ? ആ ഇതെടുക്കാൻ മറന്ന് എന്താ പറയാനല്ലേ കൈസേ. ഓക്കെ ഇവിടെ എത്തിയിട്ട് പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ താഴെ എത്തിയിട്ടാണെ പണി കിട്ടിയല്ലേ. അമ്മേ മടുത്ത് പോച്ച് ഗൈസ്. എന്താ കൊറേ മാമ്പഴം കിട്ടി പൈസ പൈങ്കിളിക്ക്. അതാണോ ഉരുട്ടിയിരുന്നു? എടാ പൊട്ടനാണോ നീ? എന്ത് ഈ മണ്ട നോക്കല്ല ഉരുട്ടി നിലത്തിട്ടത്? ഇതുകൊണ്ട് എത്ര 2, 4, 6, 8, 9, 10 കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ല പിടിച്ചോ അമ്മേ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പുളിപ്പുളി തിന്നണം കേട്ടോ. എടാ നിനക്കൊരു ഓർഡർ ഇല്ലേ പൈങ്കിളി? അത് ഉരുണ്ട് പോയി എടുത്ത് തിരിച്ച് വെക്കണം എന്ന് എന്താ അറിയത്തില്ല.
ഇത് ഫ്രാങ്ക്ലിന്റെ എല്ലാ കാര്യവും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലും അനുസരിക്കില്ല, ചെയ്തതിന്റെ ബാക്കി ചെയ്യൂല. ഒരു ഉള്ള കാര്യല്ലേ പറയുന്നേ, ഒരു കാര്യം അങ്ങനെ ഓർഡർ ആയിട്ട് ചെയ്യില്ല. എന്തെങ്കിലും കാണിച്ചു കൂട്ടി കളിക്കല്ലേ, എന്തെങ്കിലും അല്ലേ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിട്ട് വെറുതെ അങ്ങ് പോലുള്ളൂ. ആ പ്രശ്നമുണ്ട്. ആ അതിന് നല്ല ചൂരൽ പ്രയോഗം ഇല്ലാത്തതിന്റെ കുഴപ്പാ. അമ്മേ കുട്ടിമണിയിലേക്കാണേ, ദൈവമേ മതിയായില്ലേ? ആ കുട്ടിമണി ഉണ്ടല്ലോ എല്ലായിടത്തും പോയി മണത്തോണ്ട് നിൽക്കുക. ലൈക്ക പുറകെ കുട്ടിമണി മമ്മ നല്ല കാര്യം. മമ്മേ കണ്ടോ കണ്ടോ നോക്ക എവിടെ പോയാ നിൽക്കുന്നതെന്ന്. പട്ടിക്കുഞ്ഞ് കുടുങ്ങി അവിടെ. അങ്ങനെ വേണം ചെല്ലട്ടെ, ഞാനങ്ങ് ചെല്ല. 2 പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. പട്ടിക്കുഞ്ഞ് താഴെ പോയിട്ട് മണത്തോണ്ട് നിപ്പാണ്. എവിടെയാണ് നീ? ഞാനങ്ങ് വരട്ടെ. ലൈക്കാണെങ്കിൽ കുട്ടിമണി ഉള്ളിടത്ത് മാത്രമേ നിൽക്കുള്ളൂ. നമ്മളെക്കാളും വലിയ കാര്യമൊക്കെ കുട്ടിമണീനെ. അതുകൊണ്ട് അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷെ കുട്ടിമണി എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ലൈക്ക് അവിടെ കിണറിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ ഗായ്സ്. ലൈക്ക് ഇവിടെ വന്നോ? എന്നെ കണ്ടോ കുട്ടിമണിക്ക് കൂട്ടിനായിട്ട് പോയത് കൊണ്ടോ? എന്താലേ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് തന്നെ ഗായ്സേ. അപ്പോൾ ഇതാ നമ്മളിത് മമ്മ ചാമ്പങ്ങയുണ്ട് മമ്മേ, പഴുത്തത്. വാവ്. ലൈക്ക കുട്ടിമണീൻ്റെ കൂടെ തെണ്ടാൻ പോയോ? ഇങ്ങനെയാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ചാമമരം, പഴയ ചാമമരമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ചാമ്പക്കകളുണ്ടല്ലേ വീണ് കിടപ്പുണ്ട്. ഇതൊക്കെ നിറച്ച് പുഴുവാണ്. പക്ഷേ ഇതിനകത്ത് ആകെ മുകളിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. നല്ല മധുരമാണ് ഗൈസ്, മോസ്റ്റ് ആയിട്ടുള്ള മധുരമാണ്. നമുക്കൊന്ന് പറിക്കാനേ പറ്റുമോ? അതല്ല ഇവിടെ വടിയിരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇത് ഇവിടെ മുകളിൽ കണ്ടോ? ഇതുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വീണിട്ടുണ്ട് കേട്ടോ. തൊട്ടുമ്പോഴേക്കും വീണു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്താണ്. ഇത് കണ്ടോ? ഓ ഇതിനുള്ളിൽ കറുത്തൊരു സൈസ് ഉറുമ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ? കുലുങ്ങുന്നുണ്ട്. കുലുങ്ങുന്നുള്ളതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കുറച്ച് അതിനകത്ത് കുറച്ച് 4 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 എണ്ണം ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് കുറച്ച് പഴകിയതെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഫ്രഷാ. ടോട്ടൽ 5 എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ. അമ്മേ ഇതുണ്ടോ? വാവ് ഗായ്സ്, മോസ്റ്റ് അല്ലേ? അപ്പം ഉപ്പെടുത്തില്ല, പക്ഷേ ഇതിന് ഇച്ചിരി മധുരം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുകളിൽ മാത്രമേ ഇച്ചിരി നിന്നുള്ളൂ. ആ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മോസ്റ്റ് മധുരം എന്നുള്ള കാര്യം കേട്ടോ. എൻ്റെ തുണി ബക്കറ്റാണെങ്കിൽ മുഴുവൻ നിറഞ്ഞു. കണ്ടോ? മുഴുവൻ നിറഞ്ഞു. സാരില്ല, പക്ഷേ എങ്കിലും നമുക്ക് ഈ ചാമ്പയ്ക്ക് തിന്നാതിരിക്കാൻ പറ്റില്ല. പുഴുക്കളുണ്ടോയെന്ന് അറിയത്തില്ല, ചെറുതായിട്ടുണ്ടാവും. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും വേണ്ടി നിറച്ച് ചാമ്പയ്ക്ക ഉണ്ടാവും. നമ്മുടെ ചാമ്പയിലാണ് ചാമ്പയ്ക്ക കുറവാണ്. അതെല്ലാം സ്പെഷ്യാലിറ്റാണല്ലോ. ഇതല്ലേ പുഴുള്ള ഭാഗം ഞാൻ കടിച്ചു കളഞ്ഞു. പുളി പ്ലസ് മധുരമാണ്, അതും പുളിയില്ല കേട്ടോ. അതൊക്കെ പുഴുള്ള ഭാഗമാണ്. ഉറുമ്പിനെ കൂച്ചു കളയോ? കുട്ടിമണി കുടുങ്ങി ഗൈസ്. വാങ്ങ നല്ല മധുരം. ഇതിലെവിടെയോ ഇച്ചിരി പുഴുള്ള പോലെ. പുഴുവാണോ? കുത്തി പുഴുവാ മനസ്സിലായി. അതുകൊണ്ട് കുഴപ്പമില്ല. ചാമ്പക്കായോ? അടിപൊളി. കുറച്ചുകൂടി ഉണ്ട്. നമുക്ക് താഴെ പുഴ ചാടി കളിച്ചിട്ട് നമുക്ക് തിന്നാം കേട്ടോ. അപ്പം നമ്മൾ മുമ്പൊരു ബ്ലോഗ് പുഴ പോകുന്ന അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പുഴ ചാടുമ്പോഴും ഇപ്പോൾ വാട്ടറിൻ്റെ അടിക്കുള്ള സീനൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ട്. പുഴയുടെ അവസ്ഥ നമുക്കറിയത്തില്ല, ചിലപ്പോൾ മഴ പെയ്തില്ലേലും കോളായിട്ട് കിടക്കുന്നുണ്ടാവും. ആഹാ, അവിടെ നിന്ന് കുറയ്ക്കുകയാണ്. അവിടെ നിന്നോട്ടോ. ദൈവമേ, പട്ടിക്കുഞ്ഞുണ്ടോ ഗായ്സ് പോയി കുടുങ്ങിയത്? ഞാനൊന്ന് അവനെ അയച്ചു വിട്ട് ചോടി വരാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഇതിലിറങ്ങിപ്പോ നമ്മൾ പോകുന്ന വഴിയൊക്കെ ആകെ ഫുള്ള് ബ്ലോക്കായിട്ടോ. ഫുള്ള് മരവും അതും ഇതും. അയ്യോ, ഇവിടെയൊക്കെ തന്നെ വേസ്റ്റാണ് കൊണ്ടിട്ടേക്കുന്നത്. കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. സർവൈവ് ചെയ്ത് നമ്മുടെ വഴി ഫുൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അമ്മേ, അങ്ങനെ നമ്മളിത് അയ്യോ പാളയില തന്നെ. എൻ്റെ ദൈവം ഇപ്പം നിലത്ത് കിടന്നെ ഒന്ന് വേർത്തു പോയി ഫുള്ളായിട്ട്. ഇതുണ്ടോ വഴി ഫുള്ള് ലൈക്ക് ചെയ്യുന്നേ അമ്മേ? ഉണ്ടായാൽ മതി. പട്ടികൾ അവിടെ നിന്ന് ഇവിടുന്ന് കുറയ്ക്കുന്ന നിൽക്കുന്നുണ്ട്. അമ്മേ
കണ്ടോ നമ്മുടെ വഴി കണ്ടോ അവസ്ഥയാക്കിയിട്ടേക്കുന്ന എല്ലാവരും. എൻ്റെ ദൈവമേ, നല്ല വഴക്ക് പറ അവരെ. ആ രണ്ടുപേരും കൂടി ആയിട്ട് നമ്മളെ വീഴിക്കൂന്നേ. ലൈക്ക് അങ്ങോട്ട് കുട്ടിമണീൻ്റെ മേത്തങ്ങോട്ട് കയറി നമ്മളെയും കൂടി തട്ടി വീഴിക്കുന്ന അവസ്ഥയല്ലേ പാറ്റി. എന്നാ അതോ മുറിഞ്ഞില്ലടാ ഈശ്വരാ. പനയൊക്കെ വെട്ടിട്ടേക്കുന്നത് അതിലെ വഴിയില്ലട്ടോ. അവര് ആ പന വെട്ടിട്ടേക്കുന്നുണ്ടല്ലേ, വഴിക്കേക്കാണ് നമ്മൾ പോകുന്ന വഴിക്ക്. അതുകൊണ്ട് നമുക്ക് അതിലെ പോകാൻ പറ്റില്ല, വഴി ബ്ലോക്കാ. എന്നാലും വഴി ഫുൾ ബ്ലോക്കാക്കി വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ബാ, അപ്പം നമ്മളങ്ങനെ പോവാണ്. ആകാശത്തൊക്കെ അട്ട ഉണ്ടാവാതിരിക്കില്ലല്ലോ. അല്ല ചാമ്പയ്ക്ക് വേണോ? എന്നിട്ട് ഒരു ചാമ്പയ്ക്ക് വേണം എടുത്തിട്ടോ. ഹായ്, നല്ല റോസ്. അല്ല അത് എനിക്ക് വേണം. വിടറാ നീ, വിടില്ലടാ ഞാൻ, വിടില്ലടാ ഞാൻ. തിന്ന് നീ തന്നെ. ഞാൻ തിന്നതാ കൊച്ചേ. മമ്മ ഇത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്കും ജസ്റ്റ് ഉണ്ടാക്കാം. മുമ്പിലേക്കൊന്ന് നടന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, അന്നൊക്കെ ഇവിടെ പുല്ലൊക്കെ അവർ കളഞ്ഞതാണെങ്കിലും നിറച്ചുകൊണ്ടില്ലേ കാട്. 2-3 മഴ പെയ്തപ്പോഴേക്കും ഫുള്ള് പിന്നെ കാടായിട്ട്, പിന്നെ പറയേ വേണ്ടൊക്കെ. ഇനിയിപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ അട്ട മോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം അട്ടകളുണ്ടോ നമുക്ക് നോക്കണം. സോക്സിൻ്റെ ഉള്ളിൽ വരെ നമ്മുടെ പറഞ്ഞില്ല അതല്ലേ. ഇതുണ്ടോ കണ്ടോ പറഞ്ഞില്ല. അപ്പോഴേക്ക് എൻ്റെ കയ്യിൽ നിറച്ചത് മാമ്പഴത്തിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ചെളിയൊക്കെ ഇട്ടിട്ടോ ഗൈസ്. ഇതുകൊണ്ട് അട്ട കണ്ട് നല്ല വയനാടൻ ചോര കുടിയൻ അട്ടയാണ്. അപ്പം നമ്മൾ ഈ കുളത്തിലുള്ള വലിയ അട്ടയില്ലേ, അതും ചോര കുടിക്കുകയാണ്. നമ്മൾ ചിലരൊക്കെ കുളയട്ടാന്ന് പറയും, ചിലർ പറയും പോത്തട്ട. നമ്മൾ പോത്തട്ടാന്ന് അതിനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളെ ചോര കുടിക്കുന്ന സാധാരണ അട്ട എന്നാണ് നമ്മളിതിനെ പറയുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ലൈക്കൊക്കെ ചീറിപ്പഞ്ഞ് വരുന്ന കാഴ്ച കണ്ടോ കഴിച്ച്. ലൈക്കാനാ കണ്ടോ, കുട്ടിമണീൻ്റെ പുറകെയാണ് ലൈക്ക് എപ്പോൾ വന്നാലും അതെ കേട്ടോ. മമ്മ അത് അവിടെ പോയി ജസ്റ്റ് നോക്കിയിട്ടുണ്ട് നമ്മുടെ പറമ്പിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കും കൂടി മമ്മേൻ്റെ കൂടെ ഒന്ന് പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ ഏതാവസ്ഥ. എന്നാലോ തലയിൽ ചുമ്മാടൊന്നും മമ്മ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഫുള്ള് കാടും മേടൊക്കെ ആയി, ഫുള്ള് കാട് മൂടി പോയിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഉറവയൊക്കെ നമ്മുടെ വറ്റി കിടപ്പുണ്ട് കണ്ടില്ലേ. ഉറവയൊക്കെ മുഴുവനും വറ്റി. ഇപ്പം മഴയും കൂടി പെയ്തിട്ട് വരെ നമ്മുടെ ഉറവ ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ മുഴുവനും മുമ്പിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നല്ലൊരു മന്ദമാരുതൻ എന്തെങ്കിലും അടിച്ചിട്ടുണ്ട്. മാമ്പഴം പഴുത്ത് വീണാണോ അമ്മ? ഇറങ്ങി നോക്കണോ, അല്ലെ മാമ്പഴം പെറുക്കാൻ പിന്നെ വന്നാൽ മതിയോ? അവിടേക്കൊക്കെ മുഴുവനും കാടായി, മോസ്റ്റ് കാടായിട്ടുണ്ട് അമ്മേ. ഇതെന്തിനാ ഈ പെണ്ണ് ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയ്യോ ദൈവമേ, ഇതെന്നതാ അല്ലേ? മനുഷ്യനെ തട്ടി വീഴിച്ച് കൊന്നു കളയുന്നത്. അയ്യോ തല പിടിച്ച് വലിച്ചു അവസാനം. കുട്ടിമണിക്കാണെങ്കിൽ ലൈക്ക് അങ്ങനെ മേത്തേക്ക് വന്ന് ചാടി ഇങ്ങനെയൊന്നും കുട്ടിമണിക്ക് ഇഷ്ടമല്ല. അവൻ കുറേയൊക്കെ പറയില്ലേ, ഇപ്പൊ കേട്ടില്ല. അതേപോലെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ കാലിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ ചെയ്യുന്നതാണ് മനുഷ്യനെ. അവൻ്റെ കയറിന് ഭയങ്കര നീളാന്നോ. അയ്യോ ഇത് തമ്മി ആ കൊതുക് വന്നിരുന്നിട്ട് എന്നാ കാണിച്ചേ? ഓ ചില കൊതുക് കടിച്ച അങ്ങനെ മമ്മേ എന്നൊരു വേദനയാന്ന് അറിയാതെ. അപ്പൊ നമുക്ക് എന്തേക്കാം ഈ കാട്ടിക്കൂടി സർവൈവ് ചെയ്ത് നടന്ന് പോവാം. തേങ്ങയോ? ആ കുട്ടേ സത്യം വേറെല്ലോറെ പറയുമ്പോൾ നമ്മൾ എടുത്തു എന്ന് പറയും. അതെ, അവിടുന്നുള്ള തേങ്ങ എടുത്തു, അവരുടെ പറമ്പിൽ കിടന്ന തേങ്ങ നമ്മൾ എടുത്തു എന്ന് പറയും. അത് തന്നെ. എന്തൊക്കെയാ ആൾക്കാർക്ക് പറയാൻ മേലാത്തെ പറഞ്ഞോട്ടെ. ഇപ്പൊ ക്യാമറ കണ്ടല്ലോ. അത് തന്നെ. അല്ല നമ്മൾ കൊണ്ടുവരിട്ട് എടുത്തു എന്ന് പറയും. അതെ അതെ, ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാട്ടോ ഞങ്ങൾ ഈ പറയുന്നത് അല്ലേ മമ്മേ? അല്ലാതെ വേറൊരു വിഷയം ഉണ്ടെന്ന് ഗായ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുഴയെ പോലെ തന്നെ നമുക്ക് അവസ്ഥയാവൂലോ മമ്മേ അല്ലേ? പേടിയാ എല്ലാരും ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാരും കൂടെ എന്താ പറയാ ട്രാപ്പിലാക്കി വെച്ചേക്കും. അത് തന്നെ സത്യം ഗായ്സ്. അതെ, മുമ്പത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവിടുന്ന് മാമ്പഴം കഴിക്കുന്നതും അല്ലേ മമ്മേ? മാമ്പഴം കഴിക്കുന്നതും ചാടിത്തുള്ളി പോകുന്നതൊക്കെ ഗായ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഗായ്സിനോടൊരു കാര്യം പറയുവാണ്, അവിടെ ഒരു മാവും ഇല്ല, അവിടെ ഒരു വീടും ഇല്ല അല്ലേ മാറ്റി? ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല കേട്ടോ, ആരും ഒന്നും കണ്ടേക്കരുതേ. അവിടെ ഒരു വീടില്ല അല്ലേ, ഒന്നുമില്ല, ശൂന്യമായ സ്ഥലമാണ്. കണ്ടാലും നിങ്ങൾ കണ്ണടച്ചോളുക. അവിടെ അലക്കുന്നൊരു പുഴയുണ്ട്, നമുക്കതിനെ നരസിപ്പുഴ എന്ന് വിളിക്കാം. അരസിന്ന് മതി, നരസിന്നാണ് നമ്മുടെ പുഴേൻ്റെ പേരും. പക്ഷെ നമ്മൾ മുമ്പ് വേറൊരു പേരിട്ടായിരുന്നു, അതുകൊണ്ട് ആ പേര് പോലും ഞാനിവിടെ പറയുന്നില്ല. അവിടെ നമുക്ക് നരസിപ്പുഴ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ.
അതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ വീടില്ല, അവിടെ മാങ്ങയില്ല, മാവില്ല, ഒന്നുമില്ല കേട്ടോ ഗായ്സേ. നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ അങ്ങ് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പം അമ്മ അതാ ആ പറമ്പിൽ പോയിട്ട് അവിടെ നിന്ന് അമ്മ തേങ്ങ നോക്കുന്നുണ്ട്. കിട്ടിയെന്ന് അറിയത്തില്ല. കാരണം ഇവിടെയൊക്കെ ഒരു തേങ്ങ വീണ് കഴിഞ്ഞാൽ ഒച്ച കേൾക്കാൻ കാത്തിരിക്കുന്ന ടീംസ് ഉണ്ട് ഇവിടെ, അല്ലേ മമ്മേ? അല്ലേ? ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാൽപ്പാടുകളുടെ കൂട്ടായിരിക്കും ഈ പറമ്പ് മുഴുവനും, അല്ലേ? എത്ര സ്ഥലത്ത് കൂടിയ വഴി നമുക്കിനറിയില്ല. ആ അത് തന്നെ അതെ. നമുക്ക് ഈ വഴിക്കങ്ങ് താഴേക്ക് ഇറങ്ങിയാലോ എന്നാല്? അപ്പുറത്തോടി ഫുള്ള് നമ്മൾ ട്രാപ്പാക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ? അതെ ശരിയാ, പക്ഷെ ആകെ ആ ഒരു വഴിയല്ലേ നമുക്ക് പോവാനുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യും? യെസ്, അപ്പൊ നമുക്കുള്ള വഴിയാണ്. വായ മാങ്ങേന്റെ 4 പൈസ. ലൈഫൊക്കെ കുഞ്ഞ് വന്നിട്ടുണ്ട് എന്നെ മാന്തി പറിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കണ്ണു മുഴിപ്പിച്ചു. അവളുടെ മേത്ത് നിറച്ച് നിങ്ങൾ കണ്ടോ എന്തൊരു ചെളിയാന്നൊക്കെ. അവളുടെ മേത്താണ് വേഗം ചെളിയാവും, സ്മെല്ലും. അവളെ പുഴയിൽ പോയി കുളിപ്പിച്ചാലാണ് അവളൊന്ന് വൃത്തിയാവുള്ളൂ ഗായ്സ്. കുട്ടിമണിന്റെ മേത്ത് അങ്ങനെ പെട്ടെന്ന് ചെളിയാവില്ല, പക്ഷെ ലൈക്കയുടെ മേത്ത് എപ്പോഴും അതെ വേഗം ചെളി. എന്റെ മേത്ത് ഒരെണ്ണം കയറിയായിരുന്നു കേട്ടോ, അടിച്ചില്ല, കേറി ഇവിടെ അടുത്ത് എറിഞ്ഞതിനെ. ഇവിടെ ചിലരൊക്കെ അട്ടതപ്പ് തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ ഇങ്ങനെയോ? അത് പോത്തട്ടയായിരിക്കും. പോത്തട്ടൊന്നുമല്ലത്, അയ്യേ അത് പറക്കും. നമ്മളില്ല അത് നമ്മളെ പറയൂ. അയ്യോ എടാ കാലട്ടയാണോ? അല്ല എടാ എന്റെ ടർക്കി ഇട്ട് ചവിട്ടരുതെന്ന് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് അപ്പൊ കണ്ടിട്ട് നിങ്ങളൊന്നും അനങ്ങാതിരുന്നു അല്ലേ? എത്ര പ്രാവശ്യം ഭയങ്കര എടാ തേങ്ങ എടുത്തു കൊടുത്തേ. എന്താ നീ വെറുതെ വായും പിടിച്ചോടെ നിൽക്കാനാണോ പാന്? അയ്യോ എന്റെ കപ്പ് തെറിപ്പിച്ചോടാ. ആ എന്നാ കുനിയണ്ട. അയ്യോ അമ്മൂമ്മയായി പോയല്ലോ ഇല്ലേ മമ്മ? ആ എടുത്തരാം. ഇതാ മമ്മ. അയ്യോ അതെന്നതാ എന്തോ ഒരു പ്രാണി തെറിച്ച അങ്ങോട്ട്. ഒരെണ്ണം പങ്കന്റെ കൈ ഫ്രീയാ, അവര് പിടിച്ചോളും. ആ എന്ത് അപ്പൊ നമ്മളിതേ അങ്ങനെ വർത്താനം പറഞ്ഞ് സൊറകളൊക്കെ പറഞ്ഞ് താഴേക്ക് നടക്കും അല്ലേ മമ്മേ? മമ്മയ്ക്ക് എന്താണ് ഈ ഒരു വേളയിൽ പറയാനുള്ളത്? ഞാനൊരു മണ്ടനാന്നാണോ? ഞാൻ മണ്ടനാന്ന് പറഞ്ഞാൽ മമ്മനെ ഞാൻ എറിയും. പക്ഷെ മമ്മ പറയാൻ ഞാൻ മോസ്റ്റ് ബുദ്ധിമാനെന്നാ പറയുള്ളൂ അല്ലേ? ഞാൻ പൊട്ടനെ പ്രസവിച്ചിട്ടില്ല പറയും. അമ്മ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾ വല്ല പൊട്ടത്തരോ ചെയ്ത് കഴിഞ്ഞാൽ പറയും ഞാൻ പൊട്ടനെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. അത് ഇന്ത്യൻ മംസിന്റെ ഒരു രീതിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഗായ്സ്. മമ്മ എപ്പോഴും പറഞ്ഞു അല്ലേടാ. അത് പിന്നെ ചെവിയില്ലാത്ത പൊട്ടന്മാരാ ബാക്കിൽ വരുന്നത് ഉണ്ടാ. അയ്യോ ഈ നായിങ്കണം നോക്കുമ്പോ മുഴുവൻ എത്ര വലുതായിട്ടാ ഉണ്ടായിരിക്കുന്നേന്ന്. വലിയ കാര്യത്തിൽ അവരൊന്ന് കത്തിച്ചു വരെ കളഞ്ഞ എവിടെ പണ്ട് ഇവിടെ ഇതാ ഈ നായങ്കാരണം നിൽക്കുന്ന ഭാഗത്ത് മുഴുവനും നമ്മുടെ കരിമ്പും തോട്ടമായിരുന്നു ഗൈസ്. നമ്മുടെ വയലാണ് കേട്ടോ ഇത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ വയൽ. അവിടെ പണ്ട് ഞാറ് കൃഷി ഉണ്ടായിരുന്നില്ല അമ്മേ? ഞാറ് കൃഷി നെൽകൃഷി ഉണ്ടായിരുന്നില്ല അമ്മേ? ഞാറ് കൃഷി ഇതുണ്ടോ ഈ നിൽക്കുന്ന ഫുൾ നായങ്കാരണമാണ് കേട്ടോ. നായങ്കാരണം എന്ന് പറഞ്ഞാൽ ഈ കരിമ്പിനെ പോലെ നമുക്ക് തോന്നും, പക്ഷെ തിന്നാനൊന്നും പറ്റില്ല. ഒരു സൈസ് പുല്ലാണ്. അത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മേലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുറിയും, ഒരുപാട് ബ്ലഡ് വരും. ഇത് പോത്തൊക്കെ തിന്നില്ലേ അമ്മ? അത് പോത്ത് തിന്നില്ലേ ഇത്? പശുവിന് കൊടുക്കില്ല, അത് അതിന്റെ തീറ്റയാണത്. ഗൈസ് നമുക്കൊരു വൈറ്റ് കളറുള്ള ഒരു ഫ്ലവർ അവിടെ ഉണ്ടായി നിൽപ്പുണ്ട്. നിത്യകല്യാണി തന്നെ ഫ്ലവർ ആണ് കേട്ടോ. ഇപ്പൊ ഫുള്ള് പിടിയില്. ആ അതന്നെ അമ്മ അന്നല്ലേ ഇതിന്റെ കിഴങ്ങ് പറിച്ചോണ്ട് പോയത് നമ്മള്. അയ്യോ മുഴുവനും കണ്ടോ എന്റെ മഴ. അയ്യോ ശരിയാ അയ്യോ സത്യം. അയ്യോ അവിടെ വിലക്കലുണ്ട് കായ്സേ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോയാൽ ശരിയാവില്ല. അയ്യോ അതെ ഗായ്സ് ഓർക്കുന്നുണ്ടാവും നമ്മളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ. അവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഗായ്സ്. വാവാച്ചാ ഈ പറമ്പിൽ കൂടെ എഴുന്നള്ളുന്നത് അത് തന്നെ അല്ലേ? ഞങ്ങൾ പറന്നു പോയേനേം ഗായ്സേ. പക്ഷെ പുഴ ആരുടെയും സ്വന്തം സ്വത്തുവകയൊന്നും അല്ല അല്ലേ വാവാറ്റി? അല്ലേ പുഴ ആരുടെ സ്വന്തം ഒന്നും അല്ല അമ്മേ, ഒരിക്കലും പുഴ ആരുടെ സ്വന്തം ഒന്നും അല്ല. സ്ഥലം പിന്നെ സ്വന്തമാക്കി കെട്ടിപ്പിടിച്ച് ഇരിക്കാം.
പക്ഷെ ഒന്നും നമ്മുടെ സ്വന്തമല്ല, അത് എല്ലാവരും ഓർത്ത് അവർക്ക് പോകാം. അത് തന്നെ. ഇന്ന് നമുക്കുള്ളത് നാളെ മറ്റവനാണ്. മറ്റവൻ മീൻസ് മറ്റുള്ളവർക്ക് കേട്ടോ. അതായത് മറ്റവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതെ 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 അതെ. സോറി ഗൈസ്, പുഴന്റെ അവസ്ഥ എന്താ? കുഴപ്പമില്ലാലേ മറ്റേ പുഴയ്ക്ക്. ഭയങ്കര വെയിൽ വരും കുഞ്ഞാറ്റി. പുഴ കുഴപ്പമില്ല. നിങ്ങൾ ഇന്ന് അണ്ടർ വാട്ടർ സീൻ എടുക്കുന്നുണ്ടോ? അല്ല, ഫോൺ എന്ത് ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് വേഗം പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ഈ മമ്മ. അയ്യോ, കുറെ ഫിഷുകളും ഉണ്ട് ഗൈസ്. നമ്മുടെ പുഴേന്റെ കാഴ്ച നമുക്കൊന്ന് കണ്ടാലോ? വാവ്, ഇതുണ്ടോ ഗൈസ്? നമ്മുടെ പുഴ ഭാഗ്യം അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. ഇന്നലെ മഴ പെയ്യാത്തോണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ വാവറ്റി? കുഴപ്പമില്ല ഗൈസ്, അതിന് വലിയ സന്തോഷമാണ്. കാരണം സോഹാസേ. അപ്പൊ ഇവരിതേ നായങ്കാണത്തിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ നമുക്കും കൂടി എന്ത് ചെയ്യാം, നായങ്കാണത്തിന്റെ അടുത്തേക്ക് പോവാം. എന്താ തല ആറ്റൊരു കൊതുക് എന്നെ കടിച്ചാണേ. എനിക്ക് അവിടെ ഇഞ്ചക്ഷൻ വെച്ച ഫീലായിരുന്നു. സാധാരണ കൊതുക, പക്ഷെ എന്തൊരു വേദന എന്റെ വാവാറ്റി. ചിലത് കടിച്ച അങ്ങനെ തന്നെയല്ലേ. ഇതെന്താ വെക്കാൻ പറ്റത്തെ ഗൈസ്? സത്യമായിട്ടും കുട്ടിമണി ലൈക്കാവാ. രണ്ട് കുട്ടിമണി ഇവര് കൂടെ വന്ന കുഴപ്പമുണ്ടമ്മേ? അവര് കൂടെ വന്ന പ്രശ്നമില്ലല്ലോ. നടക്ക് പറ്റാ, ചുറ്റി പിടിക്കു പറ്റനെ. അതാ പറ്റ ചുറ്റി. കുട്ടിമണി എപ്പോഴും വാവാറ്റിനെ ചുരുന്നെന്താ? അങ്ങനെ കയറക്കറി ചവിട്ടിക്കോറ്റെ. എന്താന്ന് ഇത് പോയിട്ട് എന്തൊക്കെ തിന്നിട്ട് വന്നിട്ടില്ല. മണ്ണാണോ തിന്നത് കൊച്ച്? പൊക്കെ പൊക്കെ എന്റെ മേത്ത് പോള നടക്കടാ. കുഞ്ഞെന്താ കാണിക്കുന്നേ? എന്റെ മേത്ത് കയറി ഒരേ നിപ്പന്നെ. അയ്യോ, കാണിക്കുന്നില്ലേ? അതാണ് ഗൈസ് ആദ്യം പറയാനുള്ള. നിങ്ങളെ വീടും മറ്റൊക്കെ കാണുന്നുണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്താവും നിങ്ങൾ കാണരുത്. ഒന്നും നിങ്ങൾ കണ്ടേക്കരുത്. കാരണം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് തന്നെ ഗ്രീൻ സ്ക്രീനാന്ന് ഓർത്തേക്കണം. അല്ലേ മമ്മേ? കണ്ടുപോയേക്കല്ലോ ഒറ്റ. എന്റെ കാഴ്ച കാണണ്ട. ഞാൻ കാണിക്കുന്നില്ല അമ്മേ. അറിയാതെ കണ്ടുപോകും അമ്മ. ചിലപ്പം നമുക്ക് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അറിയാതെ കണ്ടുപോകും. ദയവ് ചെയ്ത് ആരും കണ്ടേക്കരുതില്ലേ പറ്റി? അവിടെ അതിന്റെ പൂവുണ്ടായിരുന്നല്ലോ. ഏതിന്റെ? മഞ്ഞളിന്റെ ഇഞ്ചിമാങ്ങ. ഇഞ്ചിമാങ്ങ അല്ല, കസ്തൂരി. യാ. അയ്യോ, നമ്മൾ നായങ്കാണത്തിന്റെ തോട്ടത്തിലേക്കാണ് കഴിച്ച് ഇപ്പം ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഓമ്പാ, ഇന്ന് ക്യാമറ ഫുള്ളല്ലോ. ചാർജ് നിൽക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ അമ്മേ. കാരണം നമ്മുടെ വ്ളോഗിന് കുറച്ച് മോസ്റ്റ് ആയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ വ്ളോഗിൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട് കാഴ്ച. അതൊരു പ്രശ്നം തന്നെയാണോ എന്ന് പറയും. ഓ വാവ്, നമ്മളങ്ങനെ നായങ്കാണത്തിൻ്റെ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും എക്സാക്റ്റ് നമ്മുടെ കരിമ്പ് പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് അത് കണ്ടോ നമ്മൾ ഈ ബാക്കിലേക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പുല്ല് കൊണ്ട് നമ്മുടെ കൈ മുറിയും. കാരണം ഇതുണ്ട്, ഈ പുല്ല് നമുക്ക് ഞാൻ കാണിച്ചു തരാം, കറക്റ്റ് കാണിച്ചു തരാം കഴിച്ച്. നിങ്ങൾ ശരിക്കും കാണണം കേട്ടോ. ഇതുണ്ടോ, ശരിക്കും നമ്മുടെ കണ്ടോ കരിമ്പ് പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഇതുണ്ടല്ലേ? പക്ഷേ ഇതുണ്ടോ, ഇതിൻ്റെ ഇതൊരു പുല്ലാണല്ലോ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കി കുഴപ്പമില്ല. ബാക്കിലേക്ക് ആക്കുമ്പോൾ ഭയങ്കര എൻ്റെ ദൈവമേ കത്തി കണ്ടോ. ബാക്കിലേക്ക് നമുക്ക് ആക്കാം. എൻ്റെ കൈ കൊണ്ട് പിടിച്ചു വെക്കുന്നുണ്ടോ? കത്തിയേക്കാൾ മോസ്റ്റ് ഷാർപ്പാണ് ഇതിൻ്റെ തണ്ടിനും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ലീഫിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കരിമ്പ് പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കരിമ്പ് പോലെ നമുക്ക് തിന്നാൻ പറ്റിയ ഇതിന് ടേസ്റ്റ് ഒന്നുമില്ല ഗൈസ്. സാധാരണ ഒരു പുല്ലാണ്, പക്ഷേ കുറച്ച് അപകടകാരിയായ ഡേഞ്ചർ ആയിട്ടുള്ള പുല്ലാണ്. കുട്ടിമണിക്കൊക്കെ കണ്ടോ ഇതേലെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാൻ നടന്നു. അയ്യോ, നടന്നു പോകാൻ പറ്റും. നമുക്ക് നോക്കുന്നുണ്ട്. യെസ് ഗൈസ്, ഇവർ അന്ന് ഇവിടെ നന്നാക്കിയ സമയത്ത് ഇത് മുഴുവനും കണ്ടില്ലേ? കണ്ടോ, അതൊക്കെ ചാരാൻ കിടക്കുന്നുണ്ട്. ഇവർ ഫുള്ള് നായങ്കാണ ഫുള്ള് വെട്ടി കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞ സാധനമാണ്. എന്നിട്ട് പോലും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നായങ്കാണം ഇവിടെ പച്ച പിടിച്ച് അടിപൊളിയായിട്ട് പണ്ടത്തെ പിന്നത്തേന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ, നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഞാൻ അത്രയും ശ്രദ്ധാപൂർവമാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ബാക്കിലേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഇല കൊണ്ടു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ മേലൊക്കെ മുഴുവൻ മുറി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. കണ്ടോ ഇപ്പം നമ്മൾ ഏകദേശം ഒരു റൗണ്ട് ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാവ് മമ്മേ, അമ്മ ഇവിടെ കുറേ ചീര. മമ്മേ, ഇവിടെ ചീരയുണ്ട്. ഓ വാവ് ഗായ്സ്, നമുക്ക് ഇവിടെ തന്നെ നല്ല നമ്മുടെ പച്ച ചീര മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പച്ചച്ചീര ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കഴിക്കാൻ. ചോറ് നല്ല ടേസ്റ്റല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് വയലിലും കൂടെ പിന്നെ പറയേ വേണ്ട. അപ്പം ഇതുണ്ടോ, നല്ല വലിയ ലീഫും ഉണ്ട് കണ്ടില്ലേ?
അപ്പം നമുക്ക് കുറച്ച് ചീര നമുക്ക് പറിക്കാം. നമ്മൾ അന്ന് പുഴയിൽ വന്നപ്പോൾ നമ്മൾ ഗൈസ് നിങ്ങൾ ആ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചീര പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പുഴേനെ കരയ്ക്കുന്ന ചീര കിട്ടിയില്ലായിരുന്നോ? യെസ്. അപ്പോൾ ദേ ഇവിടുന്ന് ധാരാളത്തിനുള്ള ചീര നമുക്കിത് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ കരിമ്പും തോട്ടമായിരുന്നു പണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് ഇവിടെ നമ്മുടെ കരിമ്പും തോട്ടമായിരുന്നു. അതുപോലെ തന്നെ വയലും ഉണ്ടായിരുന്നു, നമ്മുടെ നെൽവയലും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ നെല്ലൊക്കെ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് മഴ പെയ്തിട്ട് നമ്മൾ ഞാറ് നടാൻ വേണ്ടിയിട്ട് ഞാറ് കെട്ടി വെക്കില്ലേ, ഞാറ് കെട്ടി വെക്കുന്ന സമയത്ത് വെള്ളം കയറുന്നു. വെള്ളം കയറി കഴിയുമ്പോഴേക്ക് ഈ ഞാറൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ വെള്ളച്ചാട്ടം നമുക്കറിയില്ല, നമ്മൾ പണ്ട് വ്ലോഗ് ഇട്ടിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ അങ്കിളൊക്കെ ഉണ്ട്, വൈജ്മാമനൊക്കെ ഉണ്ട്, അവരൊക്കെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഈ കെട്ടി നിൽക്കുന്ന സാധനം അവിടെ എന്താ പറയുക, ഈ പുഴേൻ്റെ സൈഡിൽ ഇങ്ങനെ നിങ്ങൾക്കറിയില്ല ഈ ചാക്കിട്ട പോലത്തെ സൂത്രം, അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ തടഞ്ഞു വെക്കും നമ്മുടെ ഈ ഞാറൊക്കെ. എന്നിട്ട് അത് പോയിട്ട് ഇവരിങ്ങനെ കെട്ടി കയ്യിലൊരു കോലും കൊണ്ട് തോണ്ടി വലിക്കുന്നൊക്കെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗായ്സേ. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മച്ചീൻ്റെ അടുത്ത് നമുക്ക് ഉറപ്പായിട്ടും അമ്മച്ചീനെ നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം കുറേ പണ്ടത്തെ കഥകൾ നമുക്ക് അമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ചീര മുഴുവൻ നമുക്ക് പറിക്കണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് സൺലൈറ്റും അടിക്കുന്നുണ്ട്. വെയിൽ വരാത്തപ്പോൾ നമുക്ക് വരണം എന്ന് ഓർത്തിട്ട് വലിയ കാര്യത്തിൽ വന്നതാണ്. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും നമുക്ക് സമയം ഇതിന് മാത്രമൊന്നും ആയാലും 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ അവിടെ ആകെ അവസ്ഥ എനിക്കാണ്. അപ്പോൾ നമുക്കിത് കുറേ കറിക്കുള്ള ചീര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു പിടി ചീര നമുക്ക് എന്തെങ്കിലും പറിച്ചു കിട്ടുള്ളൂ. അതെ ഇവിടുന്ന് ഇതേ ചീര ആരോ വന്ന് പറിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഇതുണ്ട് ഒടിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വല്ല മൃഗങ്ങളും വന്ന് തിന്നയാണോ എന്താ നമുക്കറിയത്തില്ല. ഇത് ലൈക്കക്കുട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ചീരേൻ്റെ കഥ പറഞ്ഞ് നമ്മൾ മിക്കവാറും ഇന്നത്തെ വ്ളോഗ് ഇതാക്കും തോന്നുന്നുണ്ട്. കാരണം എന്താ അറിയാം, നമ്മുടെ ക്യാമറയ്ക്ക് ചാർജും കുറയുന്നുണ്ട്, അങ്ങനെ കുറേ അവസ്ഥകളൊക്കെ ഉണ്ട് ഇല്ലേ ഗൈസ്. കഥ പറഞ്ഞു ഞാൻ കഥ പറയുവാണെങ്കിൽ അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ പോവും ഗൈസ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം തന്നെ. കാരണം ഞാൻ ഓൾറെഡി വായാടിയാണ്, വായാടി. എനിക്ക് ആരെങ്കിലും കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കും. കാരണം ഞാൻ അവരെ വധിക്കും ഗൈസ് സംസാരിച്ച്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എനിക്ക് കംഫർട്ടബിൾ ആയവരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. അതെൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കുറേ സംസാരിക്കും ഗൈസ്. പക്ഷേ എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരും എന്നോട് സംസാരിക്കണം. ഞാൻ മാത്രം ഇങ്ങനെ ബളബളാ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവരും കൂടി എനിക്കൊരു കംഫർട്ടായെങ്കിൽ മാത്രമാണ് ഞാനും അവരോട് സംസാരിക്കാൻ നിൽക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം നമ്മളിത് മോസ്റ്റായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം മിക്കവാറും ഞാൻ ഈ ചീരച്ചെടി കിട്ടുന്നില്ല, ചീരച്ചെടി മുഴുവനും ഞാൻ ഫുള്ളാക്കുന്ന ഞാൻ കാലിയാക്കുന്നതാണ് ഗൈസ് തോന്നുന്നത്. ഭയങ്കര ചൂട് ഗൈസ്. സൺലൈറ്റ് മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഈ ചീര മുഴുവൻ ഞാൻ പറിച്ചു പോയി അറിയാതെ. ഇത് ദൈവം എന്നാ വരുവാണോ? ഈ കൊലക്കാൻ വന്നാരേലും അതാരോ വന്നു. എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്? അലക്കാൻ വന്നയാ? പണി കിട്ടിയോ? അതൊക്കെ മാറ്റി വെച്ചാൽ മതി, ചേച്ചി അലക്കിക്കോട്ടെ. അയ്യോ ഗായ്സ്, നമ്മൾ വന്ന സമയത്ത് തന്നെ അവരും പോയിട്ടോ. അതാ പിടിച്ച് കയറെടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു അമ്മയോട്. പാക അവസ്ഥയായിട്ട് ഇവിടെ ഈ നായകണക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ വീഡിയോ എടുക്കുന്ന ബ്രേക്കിലൂടെ ചേച്ചി വന്നിട്ട് തുണിയൊക്കെ മോസ്റ്റായിട്ട് അലക്കിക്കൊണ്ടിരിക്കും. നമ്മളും പറഞ്ഞ് അലക്കിക്കോളാം അല്ലേ. വെയിൽ കൊള്ളണ്ടെന്നൊക്കെ ഓർത്ത് വന്നതാ. പക്ഷെ ഇനിയിപ്പം നല്ല അവസ്ഥയാണ് കിട്ടിയത്. രാവിലെ ഒന്ന് അലക്കുന്നതായിരിക്കും എന്നും അറിയത്തില്ല. ആയിരിക്കാം, അറിയില്ല. എന്തായാലും കൃത്യം നല്ല ടൈമിംഗ് ആയി അല്ലേ. അതെ, വെയിൽ കൊള്ളണ്ടെന്ന് ഓർത്തപ്പോൾ വെയിൽ കൊള്ളിച്ചേ അടങ്ങുള്ളൂ എന്നായി. നല്ല വെയിലായി. ഇത് തന്നെ നല്ല അവസ്ഥയിലാണ് ഇപ്പോൾ വന്ന് വിട്ടിരിക്കുന്നത്. അതെ, ഇവന്മാരെ കുളിപ്പിക്കണം. നമുക്ക് കുറേ പണിയുണ്ട്. ഒരു ലോഡ് അലക്കാനുണ്ട്, പിന്നെ എന്താ ഇവന്മാരെ കുളിപ്പിക്കാനുണ്ട്, കുറേ പണി നമുക്കുണ്ട്. എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്, ഓരോ അവസ്ഥകളായി അല്ലേ. സാഹചര്യത്തിനനുസരിച്ച് പോവാതെ നിന്ന് കാല് മടുത്തമേ. നമ്മൾ കുട്ടൻചേട്ടൻ്റെ പുഴയിലേക്ക് പോകുമ്പോൾ അവിടേക്കായിരിക്കും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ കൃത്യം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട്. സത്യം പറഞ്ഞാൽ തലക്കൊരു സമാധാനം തരുന്നില്ല എന്ന് തന്നെ പറയണം. അങ്ങോട്ടേക്ക് ആ പുഴയിൽ പോയി വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടി അടി വാങ്ങോട്ടെ നീ, ആകെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം എന്താ പറയുക, ഇപ്പം ആകെ ഇവിടെ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഓരോരുത്തരെയും മുടക്കിക്കൊണ്ടിരിക്കുമല്ലേ അമ്മേ, അല്ലേ? അത് നേരം ഇങ്ങോട്ടും
ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടുള്ള വരവ് ഏകദേശം സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലുള്ളതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുത്തലും പറച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നല്ലേ. ഒരുപാട് ഒരു പ്രശ്നമില്ല. നമ്മുടെ പുഴയിലേക്കൊക്കെ നമുക്ക് വരായിരുന്നു, ഓടിച്ചാടി വരായിരുന്നു. ഇപ്പം അതിൻ്റെയൊക്കെ പരിമിതികൾ പോലെയാണ്. എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട്. ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയുന്നില്ല എന്ന് മാത്രമേ. ഇപ്പൊ കരച്ചില് കാണിക്കുന്നതുകൊണ്ട് സങ്കടം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ എന്ത് വിഷമം ഉണ്ടെങ്കിലും കഴിഞ്ഞു തോന്നുന്നു. എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് പുറമെ കാണിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ ഉണ്ടാവും. ഈ പട്ടിക്കുഞ്ഞുങ്ങൾ എന്നതായി കാണിക്കുന്നേ. കുട്ടിമണി ഈ ലൈക്കൊക്കെയാണല്ലോ ഈ പോക്കിച്ചിരി കൂടുതൽ. ലൈക്കൊക്കെ വല്ലാത്ത കളിയാണ്. അടി വേണം. ആ പോവല്ലേ? അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ചേച്ചി പോയിട്ട് പോവാട്ടോ, അല്ലേ ഇവര് പുറകെ ചെല്ലും. അമ്മ ഇവരെ പിടിച്ചാ പോരല്ലേ? യോ എന്താ അമ്മ, ഇവരെ എന്നാ വിടട്ടെ. എന്നറിയോ, ഇവിടെ ഇവര് ബ്ലോക്കായി പോവും. ഓ വെയില ഭയങ്കരട്ടോ അമ്മ. നമ്മൾ കുട്ടിമണീൻ്റെ കയറെല്ലാം കെട്ടി. കാരണം നല്ല ലോങ് ആയിരുന്നു കുട്ടിമണീൻ്റെ കയറ്. മാത്രമല്ല ലൈക്കാണെങ്കിൽ ആരും വന്നു കഴിഞ്ഞാൽ ചെന്ന് മേത്ത് അങ്ങോട്ട് കയറി കടിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. കുട്ടിമണി ഒരു മയമുണ്ട്, പക്ഷെ ലൈക്കാണ് ഒരു മയമില്ല കേട്ടോ. ഇത് പ്രശ്നം തന്നെയാണ്. അയ്യോ അതെ, വീണ്ടും നമ്മൾ അമ്പാ ചേച്ചി പോയോ ഗൈസ്? കാണുന്നില്ല, പോയി തോന്നുന്നു, അറിയത്തില്ല. നമ്മളിനി പുഴയിലേക്ക് നടക്കുകയാണ്. ചേച്ചി പോയി ഗൈസ്. ചേച്ചിൻ്റെ വീട് അക്കരെ കാണുന്ന വീടാണ്. ഇപ്പോൾ പറഞ്ഞില്ല, മറ്റേ പുഴ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇപ്പം അങ്ങ് ചെല്ലണ്ട. എന്ത് പറയാൻ, ഓരോ അവസ്ഥകൾ വരുന്നതേ. ഇനിയുള്ള കാലങ്ങളിൽ നമുക്കിനി പുഴയിലൊക്കെ ഒന്ന് ചാടാൻ പറ്റുമെന്ന് പോലും ഗൈസ് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. കാരണം സാഹചര്യങ്ങളാണല്ലോ നമ്മളെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അമ്മേ ഇപ്പോൾ മനുഷ്യൻ പറഞ്ഞു കിട്ടി വീണന്. അതുകൊണ്ടില്ലേ അമ്മേ, ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ തന്നെ. കാരണം വീഡിയോ ഒക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തോന്നും. പക്ഷേ അതെ ഇനി അല്ലേ, സത്യമായിട്ടും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കഷ്ടതകൾ മാത്രമേ ഉള്ളൂ. അതാണൊരു വിഷയം അല്ലേ അമ്മേ. കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത്, ഇടുന്നതൊക്കെ തന്നെ. ഇതാ ഇറങ്ങിക്കോട്ടോ. ആ വറ്റിയാണെങ്കിൽ ഹെഡ് ഏക്ക് ഉണ്ട് വെയിൽ ഇതാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം തല കുളിക്കാനുള്ള പരിപാടി നോക്കാം. ലെറ്റ്സ് ഗോ. രക്ഷപ്പെട്ടു. അയ്യോ നല്ല തണുപ്പുണ്ടമ്മേ. ഒന്ന് മുങ്ങിയിട്ട് നിന്നോട്ടോ ആ വെയിലത്ത് നിൽക്കുന്നവര്. അമ്മ ഒന്ന് മുങ്ങിക്കോട്ടോ ഗായ്സ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ആണ് നമ്മുടെ ലൈക്ക കുഞ്ഞിനെ പൂളിപ്പിച്ചാൻ വേണ്ടി പോകാനില്ലേ വങ്ക. അപ്പൊ തല മുഴുവൻ നമ്മളെ എണ്ണയൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതാ നമ്മളിതേ വെയിൽ അധികം ഇല്ലാത്ത ഈ സ്ഥലത്തേക്കാണ് വരുന്നത്. എടാ അവിടെ നല്ല തെന്നുണ്ട് കേട്ടോ. കാലിന്റെ ഇവിടെ എന്തോ കാലിനകം പൊട്ടിയോടെ പൊട്ടി. ആ സാരല്ല, മുകളിൽ വെച്ചില്ലേ പൊട്ടി. എന്റെയൊക്കെ എത്ര താഴെ വെച്ചാറ് എന്റെയൊക്കെ പൊട്ടിയത്. ബട്ട് ഈ കാലിന് പ്രശ്നമില്ല. ഇവിടെ വല്ല വയറുള്ളി ആരെയും എടുക്കുന്നത്? ഹലോ വല്ല ഉദ്ദേശമുണ്ടോ? നമ്മളെ സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷാമ്പു ഫുൾ ഇത് ലീക്കായി ഗൈസ്. ലൈക്ക് എന്റെ മേത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് അങ്ങ് തേക്കാട്ടോ. എന്റെ പങ്ക് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ തന്നെ ചാടാൻ തോന്നുന്നു. അപ്പൊ അവളുടെ മെയില് കണ്ടോ ഗൈസ്? ഞാൻ മെയിലാണോ മുഴുവനും അവിടെ നിന്നോ കുഞ്ഞെ. നീ ഇവിടെ നമുക്ക് തേച്ച് മിനിക്കണ്ട ഒരു പരിപാടി ഉണ്ടല്ലേ വങ്ക. ബെൽറ്റ് ലാസ്റ്റ് ആ ബെൽറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ? അതെ, വെയില് കൊള്ളുന്നതിന്റെയാ. നമുക്ക് സോപ്പ് എന്നറിയോ ഈ വെയില് കണ്ടില്ലേ ഗൈസ്? എന്റെടാ ഗൈസ്, ഇത് മഴക്കാലാണോ? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എത്ര ലീവ് കിട്ടി അറിയാം. ഈ പ്രാവശ്യം ഒരു ലീവ് പോലും കിട്ടിയിട്ടില്ല. ലീവ് കിട്ടിയ ശനി ഞായറുവാ. അല്ല, ശനി ഞായറും അവധിയായിരുന്നു. അയ്യോ എന്താ പറയുന്നേ? ലൈക്ക് എന്ന് വെച്ച് കളത്തിലാണോ പോയി കളിക്കുന്നേ? കണ്ണം കളക്കാൻ പോകുന്നുണ്ടോ?
അതാണൊരു വിഷയം. അതായത് നമുക്ക് ഇവരെ എന്നും കുളിപ്പിക്കാനും പറ്റില്ല. ഇവളാണെങ്കിൽ ഫുള്ള് പൊടിമണ്ണിലാണ് താനും കയറി നടക്കുന്നല്ലേ പങ്ക. അതെ പൊടിമണ്ണിലാണോ കുളിപ്പിക്കണമെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പുഴയിലേക്ക് തന്നെ വരണം. അതാണ് വിഷയം. പുഴ വരണ്ട വീട്ടിൽ നിന്ന് കുളിപ്പിച്ച അന്ന് തന്നെ വെള്ളം പറ്റും. അതാണൊരവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഈ ചെളി കണ്ടോ എത്ര സോപ്പിട്ട് വെച്ചിട്ട് പോകുന്നില്ല കഴിച്ച് അവസ്ഥയാണ് വീട്ടിലടാ. അയ്യോ എന്റെ ദൈവമേ, അത് അതിന് പുറത്താണ് അധികം. അവളെ നെഞ്ച് കൈയൊക്കെ ഫുൾ തേക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ നന്നായിട്ട് തേപ്പിച്ച് റെഡിയാക്കി എടുക്കാം കഴിച്ചാൽ. ഗായ്സ് അപ്പൊ നമ്മുടെ ലൈക്ക കുഞ്ഞ് ആരും എടുക്കുന്നത് സീരിയസ് മാൻ. ഗായ്സ് അപ്പൊ നമ്മുടെ ലൈക്ക കുഞ്ഞിനെ നമ്മൾ നന്നായി കുളിപ്പിച്ച് വെളുപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലേ വങ്ക. ചുമന്നു ലൈക്ക കുഞ്ഞിന് ചുമഞ്ഞു അയക്കാനോ അയ്യോട്ടാ. അവളുടെ മേലുണ്ടോ ചുമന്ന് അടിച്ചെടുക്കുന്ന അവള് ചൊറിഞ്ഞിട്ടാണ് ഗായ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്കനെ കാണാൻ സീലിനെ പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് മോസ്റ്റ് ഇടാം. പോട്ടെ നീന്തി പൊക്കോട്ടേടാ. നമുക്ക് വെള്ളത്തിലിരിക്കുന്ന സീൻ എടുക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഗായില്ലേ. അയ്യോ എനിക്കെന്തോരു ലൈക്ക് നീന്തി വരട്ടോ. വെള്ളത്തിലിരിക്കണേ. 1 2 3 ഗോ. അയ്യോ കലക്കി ആ കയറ്റി വിട്ടോ ലൈക്കന്. ഷാമ്പു ഇട്ടില്ല അവർക്ക്. ബാക്കി കുറ്റം മനസ്സിലാം. ഷാമ്പു ഇടിച്ചു ജസ്റ്റ് നല്ല സ്മെല്ല് വേണ്ടേ. അതെ ക്യാമറ എപ്പോഴും എന്താ പറയുന്നത്. കുട്ടിമാനെ കുളിപ്പിക്കുന്ന ശരിക്കും സീൻ എടുക്കണം മങ്ങ. കുട്ടിച്ച കുഞ്ഞു കയറിപ്പോലെ കുട്ടി കുഞ്ഞു മണിക്കേ ഒജറിക്കോ. ഭയങ്കര മടിയായിപ്പോയല്ലോടാ. കുളിക്കാതിരുന്നിട്ടേ കൊച്ചിനെ കുളിക്കാതിരുന്നിട്ട് മടി വെച്ചു. ഈ കുഞ്ഞിനെ നമുക്ക് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നല്ല വെളുമ്പിപ്പിച്ചെടുക്കണം അല്ലേ മങ്ക. അതെ ഇല്ലല്ലേ സോപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ. അവന്റെ സോപ്പ് തീർന്നു. സോപ്പ് കല്ലിനടിക്ക് വെച്ച് രണ്ടിനും കൊടുക്കും. എന്റെ കാലും കൊണ്ടുപോകുന്നു. കുഞ്ഞാച്ചി മയിൽപ്പീലി കൊടുത്തു കൊടുക്കണ്ടോടാ. മയിൽപ്പീലി കൊടുത്തു കൊടുക്കുന്നില്ല. കല്ലിന്റെ അടയിലേക്ക് ഇട്ടപ്പോ ഞണ്ട് വലിച്ചോണ്ട് പോയത്. ഞണ്ടെല്ലാം വലിച്ചോണ്ട് പോകാൻ അറിയും. അവന്റെ മോസ്റ്റ് നമുക്ക് കൊടുത്ത് സെറ്റാക്കി നടുപൊടിഞ്ഞു നോക്കാം. എന്റെ അതേടാ. അവിടെ രണ്ടുപേരുണ്ടോ കഷ്ടപ്പെട്ട് നടക്കുന്നേ. എന്തായാലും ആരെ കാണിക്കുന്നത് തന്നെയാണോ? പ്ലീസ് പ്ലീസ് കുട്ടി മണി നോക്കടാ. വെള്ളത്തിൽ ചാടി കൊച്ച്. അയ്യോടാ കുട്ടിമണിയേ. കുട്ടിമണി തന്നെയാണോ മങ്ക? അതോ അതേതോ എൽസ. ചെവിയേ ഉള്ളു ഇപ്പൊ കുട്ടിക്ക്. എന്നെ ഒന്ന് വിടുന്ന അവൻ പറയുന്നത്. നീന്തട്ടെ അവൻ. എടാ അവന്റെ അണ്ടർ വാട്ടർ സീൻ എടുത്തില്ല കേട്ടോ. എങ്ങോട്ടാ പോകുന്നത്? ഹലോ ഹലോ. നമുക്ക് എന്തൊരു കിക്കുന്നേ. ഞാന് മോളെ കൊണ്ടിട്ടോ. അപ്പം ഞാൻ എൻ്റെ തലയിൽ താളി അടക്കം തേച്ചു കേട്ടോ. എല്ലാം വേഗമായിരുന്നു. ഓൺ ദ സ്പോട്ടായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾ എൻ്റെ അണ്ടർ വാട്ടർ സ്വിമ്മിങ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളു ഗൈസ്. അപ്പം നമുക്ക് കണ്ടേ. ഓ വാവ്. ഗായ്സ് അപ്പൊ നമ്മുടെ തലയിൽ താള് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ കയ്യിലായി. പിടിച്ചില്ലേ പുഴയിലേക്ക് നേരത്തെ വലിയ തവള എടുത്തിയാടിയായിരുന്നു. ഒച്ച കേട്ടില്ലേ? ക്യാമറ ബ്ലറാണോ? കുഴപ്പമില്ല, വെള്ളത്തിന്റെ ഇതായിരിക്കും ഗായ്സ്. അപ്പൊ നമ്മൾ ഇനി തലയിൽ താളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണോ താളി മാൻ. താളി നമുക്കെല്ലാം ഒറിജിനാലിറ്റി അതന്നെ. മുടി വെറുതെ ഇട്. ഞാൻ പറയാം താളിക്ക് കൂടി പോണം. ഇതാണ് നമ്മുടെ താളി താളി താളി.
ഞാൻ പിടിച്ച മീൻ ഞാൻ കഴിച്ചാൽ 5 മിനിറ്റ്. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് പോയി മീൻ പിടിച്ചോട്ടെ. അപ്പൊ ഞാനും നമ്മള് മീൻ പിടിക്കുന്ന തോർത്തെടുക്ക്, മുണ്ടെടുക്ക്, ഞാൻ കളയാതെ. വേണ്ട എനിക്കറിയാം കേട്ടോ. അയ്യോ കഴുത്തിലേക്ക് എന്റെ കയ്യിലും ചൊറിഞ്ഞിട്ടുണ്ടോന്നില്ലേ? ഹലോ നന്നായി വീഡിയോ എടുത്തില്ലേ ഗൈസ്? നോക്ക്, ഇന്ന് വന്നപ്പോ അടിച്ച ടാനാട്ടോ ഇത്. ഇത്രയും ഇവിടുത്തെ കളർ നമുക്ക് വീശാണ്. ആരും എടുത്തരാൻ പറയാം. അതാണ് വല. നമുക്ക് നീശാന്ന് അങ്ങനെ ഇറങ്ങി മീൻ ഇറങ്ങി പോകും പേടിച്ചിട്ട്. ഹലോ മര്യാദക്ക് എടുക്കണേ. വീട്ടിൽ ചെന്ന് എടുക്കാൻ നോക്കുമ്പോ എന്റെ തലയുണ്ടാവില്ല. കുഞ്ഞാച്ചി എപ്പോ വീഡിയോ എടുത്താലേ തലയുണ്ടാവില്ല. എന്റെ എന്റെ വാട്ടർ ഇട്ട ആളാ കഴിയും. നീ പറയണ്ട. നമുക്ക് 2 മീനെ കിട്ടിട്ടോ. വലിയ മീനെ എടുക്കാൻ പറഞ്ഞല്ലോ. അതാ 2 ചാടി. പഴാണോ ഇങ്ങനാണോ പിടിച്ച കാല? കയ്യിൽ പഴം കൊണ്ട് നടക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് പൊക്ക് പൊക്ക് പൊക്കെന്ന്. നീ കിട്ടും, നീ ഒന്ന് അടങ്ങ്. ബോറടിക്കൂട്ടോ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് മമ്മേനെയൊക്കെ നല്ല എന്താ ബ്ലർ ഫിൽറ്ററിലാണ് കണ്ടത്. എസ്തെറ്റിക്കാ. പിന്നെ മീൻ വരും. നിന്റെ വാ തുറന്നിട്ടാണ് ഈ മീൻ പോകുന്നത്. ഈ പങ്കെടുത്തിട്ട് എല്ലാത്തിനും കുറ്റം വെക്കുന്നത്. നീ ചെയ്ത കാര്യത്തിലല്ല നീ പറയുന്നത്. പിന്നെ ഞാൻ അന്നെ പിടിച്ച ശശി ശശി. വരാം. എടാ പൈങ്കിളി, എടാ പങ്ക ഇവിടെ ഉണ്ടാവൂടാ. എടാ പങ്ക ഇവിടെ ഉണ്ടാ. എടാ ഇങ്ങോട്ടാ. ഗായ്സ് നമുക്ക് ഇവിടെ മോസ്റ്റ് ആയിട്ടുള്ള മീൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പിടിക്കാം. ആരാനാ എന്ത് ഓനാണേലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ മോസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിടിക്കാനാണ് ഗായ്സ് നമ്മൾ ഓർത്തത്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആളുണ്ടാവില്ല ക്യാമറയിൽ. ഗായ്സ് നമുക്ക് പിടിക്കട്ടോ. അയ്യോ പച്ചത്തുമ്പി. ചാടുന്നേ ഈ വലിയ തവളകളായിരിക്കൂടാ. തവള ഇല്ലല്ലോ ഇവിടെ. ഈ പൊട്ടലൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. സ്നാപ്പിൽ എന്റെ അവാർഡ് ഇട്ടതാ. അത്ര നിങ്ങൾ ഓർത്ത അതറിയാം. ഗായ്സിനറിയാം. അല്ല മീനൊക്കെ എന്ത് മീൻ ഒന്ന് മാറിക്ക്. പിടിക്കാൻ അറിയില്ലെങ്കിൽ പറ കേട്ടോ. പിടിക്കാൻ അറിയാം. എടാ എവിടെയാ അത് കേറി? അയ്യോ അതിനകത്ത് വേറെ ഇപ്പൊ പാറ്റ കയറിയടാ. അയ്യോ വെള്ളത്തിപ്പാറ്റ. ചാടി ചാടി. ഇത് പിന്നെ വെള്ളത്തിപ്പാറ്റ അല്ല, അത് പിന്നെ കരയിലെ പാറ്റ. പോടോ, തനിക്കൊന്നും അറിയില്ല. ഇതേടാ ഇതിന്റെയൊക്കെ അടിക്കാണ് ഗൈസ് മോസ്റ്റ് ആയിട്ട് നമ്മുടെ മീനുള്ളത് കേട്ടോ. നമുക്ക് മോസ്റ്റ് മീൻ പിടിക്കാം. മീൻ അപ്രത്യക്ഷമായി പോകുന്നു. ഞാൻ എന്ത് ചെയ്യും? നീ ഹോളിനകത്ത് തോർത്തും കൊണ്ട് കളിക്കുന്ന ആളെയാണ്. എന്ത് കൊട്ടെന്ന് എടാ എന്റെ ഇവിടെ ബാക്കിൽ വെയിലടിച്ചിട്ട് രക്ഷയില്ല. ഹായ് ഗായ്സേ, നമുക്ക് നല്ലൊരു സ്വിം ചെയ്താലോ. ഞാൻ മിണ്ടില്ല. എന്റെ ഗായ്സ് ഇതിന്റെ രസം ഉണ്ടല്ലോ. കുതിര കളിക്കാം. ഇതിനാണ് പറയാ കുതിര കളിക്കാം. അല്ല ശക്തിയില്ല. എന്നെ കൊല്ലല്ലേ പങ്കാളിക്ക് ജീവൻ ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഭയങ്കര ഞാൻ തൊഴിച്ച് ഞാനിവിടെ ഞാൻ നിക്കാൻ കയറി കാണണ്ടാകണം ഇപ്പൊ. ക്യാമറ പൊക്കി വിട്ടേ.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നീന്തി എടുത്തില്ല. നീ എടുത്തോ, എന്നാ നീ അങ്ങ് നീന്തി വാ. ഞാനില്ല അതപ്പോ ക്യാമറയ്ക്ക് ചാർജ് കുറയുന്നുണ്ടോ അതോ? ഓ തള്ളേ കാലിപ്പോ തീരണില്ലല്ലോ. അയ്യോ സത്യം വെള്ളം മുഴുവൻ മോളുന്നു. അത് നമുക്ക് കുറച്ച് നേരം കോരിക്കും കൂടെ ആ പോച്ച. അപ്പൊ ഇപ്പൊ വരാൻ പറഞ്ഞത് പിന്നെ ഇതാണ് നമ്മുടെ സിസ്റ്റർ, ഇന്ത്യൻ സിസ്റ്റർ എന്ന് പറയും. എത്ര മീൻ കിട്ടി? ഓ അപ്പൊ അവിടെ എത്ര മീൻ കിട്ടുമോ? അതെ 3, 5 വാളേനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചെമ്പലിനെ പിടിച്ചു വെച്ചിട്ടില്ല സൈഡില്. ആരും പിടിച്ചെന്താ ക്യാമറയില് എന്നെ കാണിക്കാൻ എനിക്ക് ഭയങ്കര നിന്നെ കാണിക്കാൻ മടിയായിരുന്നു. നീ വീണ്ടും പറഞ്ഞില്ലേ എന്റെ ക്യാമറ വിട്. നിനക്ക് എന്താ അർഹത ക്യാമറ തൊടാന്? എന്റെ ക്യാമറ തൊടാൻ ക്യാമറ വിട്. വെള്ളം നോക്ക്. ഹലോ 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 അവധി ഇത് 1 വർഷം ഇട്ട സോക്സ് ആട്ടോ. ഹലോ അയ്യോ കുഞ്ഞാച്ചിന്റെ മുഖം ഇപ്പൊ പൊട്ടിപ്പൊളിയും. കാരണം ഹലോ ഹലോ കച്ചക്കളിപ്പാനോ ഹലോ 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 സന്യാസി നിന്ന് ഇളക്കുന്ന കാണിക്കട്ടെ. കാണിച്ച് നമ്മുടെ മമ്മ സന്യാസി ഇളക്കുന്ന കണ്ടോ? ഹലോ ഇതെന്താ തലയിലൊക്കെ ഒഴുക്കി നമ്മുടെ ഒരു ചാട്ടമറിയിലില്ല അമ്മേനി. ഓക്കെ ഗൈസ്, അപ്പം അമ്മേൻ്റെ കൂടെ കുറച്ച് അലക്കാനും ഊരിപ്പേനൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൂട്ടെ എടാ കൊച്ചേ ക്യാമറയ്ക്ക് 30% ഉള്ളൂ. ഇനി തരാൻ പറ്റില്ല. ഇനി ഒരു പെയിന്റ് പിന്നെ തരാം. പൊക്കെ പൊക്കെ വേണ്ട. ഓപ്പ കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഓഫാക്കിയ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ സ്വിമ്മിങ്, പങ്കന്റെ സ്വിമ്മിങ് അണ്ടർ വാട്ടർ കാണിച്ചിട്ട് പോണ്. പുരാച്ചി വരരുത്. ആ പോടാ പോട്ടെ. അപ്പൊ നമ്മുടെ അണ്ടർ വാട്ടർ നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അയ്യോ അതാ അത് മവാന്റെ നോട്ടോ, മവാന്റെ നോട്ടോ. ഓക്കെ അപ്പൊ ഇവിടെ വെയിലുണ്ടോന്ന് ചോദിച്ചാൽ വെയിലുണ്ട് കേട്ടോ. വെള്ളം ഞാൻ കളക്കുന്നില്ല. ഓക്കെ എന്റെ മോനെ എന്റെ ചാട്ടോടെ ചാടിയത് തിന്നാനൊന്നും തിന്നൊന്നും. ഒഴുകി വന്ന് ബാക്കിൽ അങ്ങനെ പിടിച്ചിരിക്കൂ. അയ്യോ ഇതാണ് ഗൈസ് നായങ്കാള ആടുന്ന. ഓക്കെ ഗൈസ് അയ്യോ എന്തൊക്കെയോ ബ്ലും ബ്ലും പറഞ്ഞിട്ടല്ലേ. എന്റെ മുണ്ടിൽ ഉണ്ടയാണ് കേട്ടോ. അത് മുണ്ടുണ്ടാന്ന് പറയും. കൊച്ചു മതി കേട്ടോ എടുത്തത്. കൊച്ചിന്റെ അണ്ടർ വാട്ടർ സീൻ എന്തായാലും ദൈവത്തിന് അറിയാം. അണ്ടർ വാട്ടർ അല്ല കണ്ടേ, നോ അണ്ടർവെയർ ഉണ്ടല്ലേ കാണും. അയ്യോ ആലോ പ്ലേസ് സത്യം ഏത് വേറെ ഇല്ല പോവാത്ത പറയില്ലേ. ഇഷ്ടപ്പെടാത്ത കാര്യം പോത്തയാണ്. മമ്മയ്ക്കോ പോകുന്ന കാര്യം ഇങ്ങനെ പറയുന്നതാണ് അല്ലേ. കൊട്ട കലിപ്പല്ലേ. എന്താല്ലേ കൊച്ചിന് പെട്ടെന്നൊരു തടലും വാങ്ങി കെട്ടിയിട്ടോ. നന്നായി കുറയ്ക്കുന്നുണ്ട്. നല്ല പെട്ടി. ഓക്കെ പോയി കുളിച്ചു. അയ്യോ പോ. അപ്പോൾ നമ്മള് തലയൊക്കെ ജസ്റ്റ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ പുഴയിൽ വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് മോസ്റ്റായിട്ട് നമ്മൾ കല്ലിട്ട് നന്നായിട്ട് ഉറച്ച് വൃത്തിയാക്കണം. പക്ഷെ അത് മോസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പൂറ്റിയിലൊക്കെ കാലെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ചെളിയുള്ളൊരു ഇതാണ്. കാരണം നമ്മൾ കാലും കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റായിട്ട് ചെളിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പുഴയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല വലിയ കല്ല് എന്നും നമ്മൾ കല്ലിൽ കാലെടുക്കണം കഴിച്ചു.
കുളിച്ചില്ലേ അങ്ങനെയല്ല ഒന്ന് കുളിക്കട്ടെ. എന്നതാ ബ്ലർ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ക്യാമറയിൽ തങ്ങി നിൽപ്പുണ്ട് ഗായ്സ്, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കണ്ടത്. അപ്പൊ നമുക്ക് അതെ അതെ നല്ല നല്ല പുഴ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ മോസ്റ്റ് ആട്ടോ. അതുകൊണ്ടല്ലേ നമ്മൾ പുഴ വരുമ്പോ ഡ്രസ് ഇട്ടിട്ട് വരണം നല്ല നേർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഇടാതെ നിങ്ങൾ വരത്തില്ലായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞതിന് കൂടി പുഴ സോപ്പ് ഇട്ട് കുളിക്കുന്ന കാഴ്ചയാണ് നമ്മള് കാണുന്നത്. ക്യാമറ കാലാ അടിയിൽ എന്തെങ്കിലും കാണും മറ്റൊന്ന് തപ്പി നോക്കുന്നുണ്ട്. നല്ല പ്ലംപ്ലം ഉണ്ടൊക്കെ ഞാൻ പിടിക്കട്ടെ ഒന്ന് പിടിക്കും പിടിക്കുന്നില്ല ഞാൻ പിടിക്കണ്ട എത്ര പോയോ വിളിച്ചു മുങ്ങോട്ടാ. ശരി എന്നെ കൈ പിടിക്കാം. 1 2 3 ഗോ. അമ്മയൊക്കെ ചെന്ന് കുളിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് കുളിച്ചേക്കാം അല്ലേ? നല്ല മണം അല്ലേ? ക്യാമറയിൽ ഒന്ന് കുളിപ്പിച്ചാൽ നമുക്ക് സോപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാരും കുളിച്ചു. നമ്മൾ ടോട്ടൽ 5 പേരാണ്. അതെ തന്നെ ക്യാമറ അടക്കം നമ്മൾ 5 പേരുണ്ട്. ഇപ്പം ക്യാമറന്റെ പേരാണ് പങ്കൻ. ശ്വാസം പൊട്ടിക്കേ മംഗളി എന്നെ കൊല്ലാനാണോ? ഇനി എന്നെ വിട് എടാ നീ കൈ വിട്. ഒറ്റയ്ക്ക് പോകാനോ? പോരെ ഞാൻ അതൊന്ന് പോട്ടെ കേട്ടോ. എടാ നീ എന്റെ ഇനി നമ്മള് മോശം സർവൈവ് ചെയ്യാൻ പോണത്. നമ്മളിത് മോസ്റ്റ് ആയിട്ടുള്ള കാട്ടിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ സൺലൈറ്റില്ല കേട്ടോ. സൺലൈറ്റ് നിന്നിട്ട് സൂപ്പർ കൂൾ 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 കൂൾ. നീ എടുത്തോ, ഞാൻ അവിടെ പോയിട്ട് കേട്ടോ. നല്ല തള്ളിക്കുന്നുണ്ട്. വെള്ളം മുഴുവൻ കലങ്ങിട്ടുണ്ട്. നമ്മള് മഴ തുണി നിലക്കിട്ടുണ്ട് കേട്ടോ. മഴ ക്യാമറ കുളിപ്പിച്ചു.
ഞാനാദ്യം അമ്മേ ബാക്ക് വ്യൂ ആരും കാണാനുള്ളത് കാരണം കണ്ടാൽ പിന്നെ നിങ്ങളിപ്പോ അങ്ങനെ കാണണം പോട്ടോ. സൈഡിലോട്ടോ പാമ്പൊക്കെ ഉള്ളത് കണ്ടുകൊണ്ടേ ഈ വാവാറ്റ് എങ്ങനെയാണോ എൽഡർ സിസ്റ്റർ എല്ലാവരും കൂട്ടുവെക്കും. ലാസ്റ്റ് ഞങ്ങളുടെ തലയിൽ പിടിച്ച് വയ്ക്കുകയും ചെയ്യും. കൊട എടുത്തോ, ഐ മീൻ കപ്പെടുത്തു. മമ്മ തല കഴുകട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാൻ ഇരിക്കണ്ട. എന്താണ് ചെയ്യുന്നത്? ഭയങ്കര മഴ പെയ്യാറോ? നമുക്കൊരു പറയാം ചെറുത് ഷോട്ട് ചെയ്യാട്ടോ. വയസ്സ് വാ. ഞാൻ ചെയ്തില്ല. സ്ലോ മോഷൻ എടുക്കാം. അവിടെ രണ്ട് അമ്പത് കേട്ടോ വേണം. അത് വേണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും. അടിപൊളി. അയ്യോ ചാഴു അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈകാക്കല്ലേ അതെ. അപ്പൊ നമ്മൾ ഇവിടെ ഒഴിവാക്കണോ ഒഴിവാക്കണോ? ഇവിടെ നീന്തിപ്പോ എന്നാ ഓരോരുത്തർ നീന്തിപ്പോ അമ്മ ഈ കാറ് പിടിച്ച നീന്തി അങ്ങ് പോക്കും. അയ്യോ ആകെ കാശ് രണ്ടടി വെള്ളമുള്ളൂ. മാറിക്കോ മോനെ. ഇപ്പൊ മുള്ളി ഇട്ടോട്ട് വരുമ്പോ മുന്നേ പിന്നെ നമ്മള് എന്താ അപ്പൊ നമ്മളിനി അവിടെ പോയിട്ട് എടുക്കുന്നുണ്ടോ? 1 2 3 വെള്ളച്ചിരി കൂടി തുള്ളി.
പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 4 പേർക്കും വെള്ളത്തിന്റെ അടിക്കുന്ന മോൻ കാണിക്കാത്തോ. ഒന്ന് കാണിക്കാൻ പറ്റും നോക്കിയാലോ? വാ ഇവിടെ നോക്കാം. ഇവിടെ വെള്ളത്തിന് നല്ല സ്ഥലം 4 വെള്ളം തല വേണം. ഇവിടെ കലങ്ങിയില്ലേ. വാ ഇവിടെ നോക്കിയാലോ? വാ ഇവിടെ നോക്കാം. പോലെ ഇപ്പൊ ഇതൊന്നും കാണുന്നില്ല. ക്യാമറയ്ക്ക് ഇപ്പൊ 3% ആയി. ഇനി ഞങ്ങൾ എന്താക്കുക, വീട്ടിൽ പോകണം. ക്യാമറയ്ക്ക് കുറച്ചുകൂടി ചാർജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 10 മണിക്കൂറിന് വ്ലോഗ് ഇട്ടേ. അപ്പൊ ഈ ക്യാമറ വെള്ളത്തിൽ മുക്ക വരുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ മമ്മേ? അപ്പൊ നമ്മൾ ഇനി എല്ലാവരും നീന്തി പോകാൻ വേണ്ടി പോണേ. മമ്മേന്റെ ഒക്കെ നല്ല അയ്യോ പൈകൾ നോക്കുമ്പോ ക്യാമറ ഫുൾ വിഴുങ്ങിപ്പോയി. എന്നെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ക്യാമറ രണ്ടാമത്തെ നോക്ക്. കല്ലൊക്കെ പൊട്ടിയത് നിങ്ങൾ കാണുക.